ചെല്ലോ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാം. വചന ധ്യാനത്തിനായി നാം അല്പസമയങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഇത് നമുക്ക് പ്രയോജനമായി തീരുവാൻ കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത്രയും നേരം നമ്മൾ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. നമ്മൾ പാട്ടുകളെ ദൈവത്തോട് പാടി, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി തുടർന്ന് അല്പസമയം നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ പോകുകയാണ്. അതാണ് ബാലൻസ്. നമ്മൾ ദൈവത്തോട് പറഞ്ഞു, ഇനി ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള ഒരു സമയമാണ്. രണ്ടിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. പലപ്പോഴും ഇത് ചർച്ചിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒന്ന് എടുത്തു നോക്കിയേ. നമ്മളിൽ മിക്ക ആൾക്കാർ പലരും നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പക്ഷെ അവത്തിൽ വിഷയം എന്തുവാ? അങ്ങോട്ടുള്ളതേ ഉള്ളൂ. ഇങ്ങോട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളിൽ അങ്ങോട്ട് പലതും പറയുന്നുണ്ട്. ചിലർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. അത് ദൈവം തന്ന കൃപയാണ്. അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ അനുഭവങ്ങൾ നമ്മൾ സമയം മാറ്റി വെക്കണം. അതിൽ നല്ല പരാജയത്തിലാണ് ആത്മീയകരിൽ ഭൂരിപക്ഷം ആൾക്കാരും. പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാവരും ഇല്ല, ചിലരൊക്കെ മുന്നേറുന്നുണ്ട്, ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ ഈ ദിവസം എന്നെ നടത്തണം, എന്നെ പരിപാലിക്കണം, എന്നെ പോറ്റി പുലർത്തണം, എല്ലാം നല്ലതാ. കർത്താവേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ആലോചന എന്നോട് എന്തുവാണെന്ന് നാം ചോദിക്കാറുണ്ടോ? പറയാൻ നാം സമയം ചെലവഴിക്കുമ്പോൾ അതോടൊപ്പം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നാം സമയം കണ്ടെത്തണം. ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവമാണ്. വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. വചനം നാം വ്യക്തിപരമായി ധ്യാനിക്കുന്ന എന്തിനാ? ദൈവം നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത്, കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച അതേ തിരുവെഴുത്തിൽ, അതേ വേദഭാഗത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 36 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 36 വാക്യമാണ് നാം വായിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ബട്ട് കീപ് ഓൺ the alert at all times, praying that you may have strength to escape all these things that are about to take place and to stand before the Son of Man. മലയാളത്തിൽ ഒന്ന് വായിച്ചാലും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മതി. നാം കഴിഞ്ഞ ദിവസം 1-ാം ദിവസം രാത്രി നാം ധ്യാനിച്ച ഒരു വേദഭാഗമാണ്. നാം ഇതിൽ നിന്ന് പ്രാഥമികമായി നോക്കിയത്, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഓൾ ദീസ് തിങ്സ്? എന്താണ്? നാം അത് ധ്യാനിച്ചു. നാം മനസ്സിലാക്കിയത്, കർത്താവിൻ്റെ വരവ് അതിവിദൂരമല്ലാതെ സംഭവിക്കാൻ പോകുകയാണ്. കർത്താവ് നമ്മളെ എല്ലാം ചേർക്കാൻ വരികയാണ്, അതിനൊരു സംശയവുമില്ല. പക്ഷെ യേശു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനു മുന്നോടിയായി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനു മുമ്പ്, അത് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നതിന് മുൻപ് പലതും സംഭവിക്കാനുണ്ട്. ആ കാലങ്ങളിൽ, കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലാണ് നാം ധ്യാനിച്ചത്. നിങ്ങളെ ആരും തെറ്റിക്കരുത്. 2, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കേണ്ടത്, സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നിൽക്കണം. 3, ഈ ലോകത്തിൻ്റെ ജീവന ചിന്തകളും ഈ ലോകത്തിൻ്റെ അതിഭക്ഷണവും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ടെൻഷൻസും സ്ട്രെസ്സും ഒന്നും ലഹരി പോലെ നമ്മളെ പിടിച്ച് നമ്മളതിൽ മയങ്ങിപ്പോകരുത്. അതുകൊണ്ടല്ലേ നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ പറയുന്നത്, പ്രാർത്ഥിച്ചും സദാകാലം നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗരിച്ചിരിക്കണം. ബി ഓൺ ദി അലേർട്ട്. ബോധവാന്മാരായി, സുബോധത്തിലിരിക്കണം. എന്നാ കർത്താവിൻ്റെ വരവിന് മുൻപ് നടക്കാനുള്ള ആ പ്രോസസ്സാണ് നമ്മൾ നോക്കിയത്. അവസാനമായി ദേവദാസൻ കൺക്ലൂഡ് ചെയ്തപ്പോൾ നമ്മളെ അപ്പോസ്തല പ്രവൃത്തിയിൽ കൊണ്ടുപോയി, അനേക കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കണം. എന്നാൽ ആ പ്രോസസ്സാണ് നാം ചിന്തിച്ചത്. നാം പറഞ്ഞത് ഒരു ഇവാക്യുവേഷൻ. ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം എന്നെ എസ്കേപ്പിസം അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല, പക്ഷേ ഈ പ്രശ്നത്തിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തി എന്നെ അവൻ്റെ മുൻപാകെ നിർത്തുവാൻ തക്കവണ്ണം എന്നെ നടത്തി അവിടെ എത്തിക്കുക. ആ പ്രോസസ്സ് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് ആ വാക്യം ഒരിക്കൽ കൂടി വായിച്ചാൽ, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും
നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണമെന്ന ആ പദത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്ന് എന്നോട് കർത്താവ് ഇടപെട്ടത് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് യു മേ ഹാവ് strength to escape all these things and to stand before the Son of Man. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടത്. നമ്മൾ നോക്കി അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ആ പ്രോസസ്സ് നോക്കി ഞാൻ ഇവിടെ പറയുന്നു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾ എന്താകണം? പ്രാപ്തരാകണം. എന്നാൽ യേശുവിൻ്റെ മുൻപിൽ ഞാൻ പോയി നിൽക്കണം, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക, മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത്, അതൊന്ന് വായിച്ചാലും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നാം ഒരു ദിവസം വെളിപ്പെടേണ്ടതാകും. എന്നാൽ ഈ 36-ാം വാക്യവും അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവ് കഴിഞ്ഞ് ദൈവമക്കൾക്ക് പോലും എന്തുണ്ട്? ഒരു ന്യായവിധി ഉണ്ട്. അതല്ല ഇന്ന് എൻ്റെ വിഷയം. ന്യായവിധി, ദൈവമക്കളുടെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞാൽ ശിക്ഷാവിധിയല്ല. ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ അവർ ക്രിസ്തുവിന് വേണ്ടി നയിച്ച ജീവിതത്തെ സ്വർഗത്തിൽ എന്ത് ചെയ്യും? വിലയിരുത്തും. അതാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലെ പണിയാൻ കഴിയത്തുള്ളൂ, അതിൻ്റെ മേൽ ആര് പണിഞ്ഞാലും നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ എന്തോ വെച്ചാണ് പണിയുന്നത്. കാരണം ഒരു ദിവസം നിങ്ങളുടെ പണിയെ തീ കൊണ്ട്, പക്ഷേ വ്യക്തി രക്ഷപ്പെടും. ആ പ്രവൃത്തിയെല്ലാം വെന്തുപോയാലും വ്യക്തി എന്തായിപ്പോവും? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് പറയുകയാണ്, എൻ്റെ ഇപ്പോഴത്തെ വിഷയമല്ല. 1 കൊരിന്ത്യർ 4:5 ഒന്ന് വായിച്ചാലും. 1 കൊരിന്ത്യർ 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. അന്ന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന, എൻ്റെ മോട്ടീവ്സ്, ഞാൻ എന്ത് ചെയ്തെന്ന് മാത്രമല്ല, ഞാൻ എന്തിനു ചെയ്തെന്ന് പോലും അവിടെ എന്താകും? വെളിപ്പെടും. ഇത് ആരെക്കുറിച്ചാണ്? അവിശ്വാസികളെ കുറിച്ചല്ല. അവിശ്വാസികൾക്കുള്ളതാണ് വെള്ളസിംഹാസനം റെവലേഷനിൽ പോകുമ്പോൾ. അതല്ല ഇത് ക്രിസ്തുവിൽ മരിച്ചവർക്കും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവർക്കും ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടവർക്കുമുള്ള ഒരു ന്യായവിസ്താരമാണ്. അവിടെ പറയുന്നു ഓരോരുത്തരും. അത് 2 കൊരിന്ത്യർ 5:10. ഇവിടെ 1 കൊരിന്ത്യർ 4:5 പറയുന്നത് എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും? ഓരോ മനുഷ്യർക്കും എന്ത് കിട്ടും? ആ വാക്യം മാത്രം എടുത്ത് ഞാൻ പറയാം. ചിലർ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലത്തിന് മാത്രമാണ്, പ്രവർത്തിച്ചില്ലേലും അവിടെ എത്തും. ഈ വാക്യത്തിൽ പറയുന്നത് എല്ലാ മനുഷ്യർക്കും എന്ത് കിട്ടും? അന്ന് എല്ലാ ദൈവമക്കൾക്കും പുകഴ്ചയ്ക്ക് യോഗ്യമായ പ്രവർത്തികൾ ന്യായാസനത്തിന് മുൻപിൽ കാണും. ചിലർ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസികളുടെ ന്യായവിസ്താരത്തിൽ ഒരു പ്രതിഫലവും ഇല്ലാതെ ആൾക്കാർ കാണും. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ പറയുന്നത് എല്ലാവർക്കും എന്തുണ്ട്? പുകഴ്ച കിട്ടും. എവ്രിവൺ വിൽ റിസീവ് പ്രൈസ് ഫ്രം ഗോഡ്. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ സാരമായ മാറ്റം ഉണ്ടാകും. ചിലർ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട മാറ്റമില്ലേലും രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ, അങ്ങനത്തെ തത്വം ബൈബിള് പറയുന്നില്ല. ബൈബിള് പറയുന്നത് ഇഫ് എ പേഴ്സൺ ഇസ് ബോൺ അഗെയിൻ, അവന് പുതിയ ജീവിതം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ അവനിൽ വെളിപ്പെടും. അതെൻ്റെ വിഷയമല്ല, ഞാൻ അത് ചേർത്ത് പറഞ്ഞുള്ളൂ. എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾ എന്താകണം? പ്രാപ്തരാകണം. ഞാൻ മനുഷ്യപുത്രൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കും? ഈ വാക്യം വായിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ച വാട്ട് ഈസ് ദ ബേസിസ്?
എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് യോഗ്യത കൊണ്ട്, അല്ലെങ്കിൽ ഓൺ വാട്ട് ബേസിസ്, എന്തിൻ്റെ നിലവാരത്തിലാണ് ഞാൻ മനുഷ്യപുത്രൻ്റെ മുൻപാകെ നിൽക്കുന്നത്? അത് എൻ്റെ മനസ്സിൽ ഉയർന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി, അല്ലെങ്കിൽ അതിനുവേണ്ടി വചനപ്രകാരം ഞാൻ അത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എന്നോട് കർത്താവ് ഇടപെട്ടതാണ് ഇന്ന് ഞാൻ അല്പമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓൺ വാട്ട് ബേസിസ് ഡു ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്? ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്? 36-ാം വാക്യം വായിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ്, എന്നാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, ഓക്കെ, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞത് കൊണ്ടായിരിക്കും ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അല്ല, ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞത് കൊണ്ടല്ല. അതാ പ്രോസസ്സ്, അങ്ങനെ നടന്നിരിക്കണം. ഇതിൽ നിന്ന് ഒഴിഞ്ഞ വ്യക്തി അവിടെ നിൽക്കത്തുള്ളു. ഇതിൽ നിന്ന് ഒഴിഞ്ഞ, ഇതിലെല്ലാം ഈ ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ 34-ാം വാക്യം പറയുന്ന പോലെ ആ ദിവസം കെണിയായി, ട്രാപ്പായി. എന്നാൽ ആ ദിവസത്തിൽ ട്രാപ്പായി പോകാതെ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞവരെ അവിടെ നിൽക്കത്തുള്ളു. അതാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ നിധാനം ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞതല്ല. ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ആധാരം വേറെ എന്തോ ആണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോടുമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹൗ ആം ഐ ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ ദ സൺ ഓഫ് മാൻ? മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ഇന്നലെ ബൈബിൾ സ്റ്റഡിയിൽ വന്നവർക്കറിയാം, മനുഷ്യപുത്രൻ എന്ന പദം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെയാണ്. യേശു ആകുന്ന ദൈവം, യേശു ദൈവത്തോട്, പിതാവായ ദൈവത്തോട് സമനാണ്. ദാനിയേൽ പ്രവചനം 7:13 പറയുന്നത് മനുഷ്യപുത്രന് സകല മാനവും മഹത്വവും ആരാധനയും ലഭിച്ച് ഹീസ് ഈക്വൽ ടു ഗോഡ്. എന്നാൽ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക. അതിന് വേറൊരു കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം ആർക്ക് കൊടുത്തു? പിതാവാണ് ന്യായാധിപൻ. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്നത് പിതാവ് ന്യായവിധി മൊത്തം ആർക്ക് കൊടുത്തിരിക്കുക? അതെന്നാ കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിന് സമയമില്ല. അതൊരു നിത്യ കൊടുപ്പാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എപ്പോഴാണ് കൊടുത്തതെന്ന് കുറിച്ച് അങ്ങനെ സമയം പറയാൻ കഴിയത്തില്ല. നിത്യത മുതൽ എന്നും എന്നേക്കും പിതാവ് ന്യായവിധി ആർക്ക് കൊടുത്തിരിക്കുക? പുത്രന് കൊടുത്തിരിക്കുക. ആ പുത്രൻ്റെ മുൻപാകെയാണ് എല്ലാവരും നിൽക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും നിൽക്കാൻ. അന്ന് നാം നിൽക്കുമ്പോൾ നാം 1 കൊരിന്ത്യർ 4:5 വായിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ ഉൾപ്പെടെ എല്ലാം ശോധന ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ബേസിസ് ഞാൻ ഒഴിഞ്ഞു പോയതോ, ഞാൻ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതോ, ഞാൻ ചെയ്ത പ്രവൃത്തി ഒന്നും അല്ല. അപ്പോൾ ബൈബിളിൻ്റെ ഒരു ചോദ്യമാണ്, ഹൗ ക്യാൻ ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്? ബൈബിൾ പഴയ നിയമം മുതൽ ഒന്ന് നോക്കിയാൽ സങ്കീർത്തനം 15:1 പറയുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ വസിക്കും, അകൃത്യങ്ങളെ കണക്കാക്കിയാൽ നിന്റെ മുൻപാകെ ആർ നിൽക്കും. സങ്കീർത്തനം 130:3 പറയുന്നത്. ഒറ്റ വാക്യം വായിച്ചാൽ മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. ഇവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, സിയോണിലെ പാപികൾക്ക് എന്ത് പിടിച്ചു? അവർ ടെറിഫൈഡായി. കാരണം എന്തുവാ? പ്രവാചകൻ ചോദിക്കുകയാണ്, ദഹിപ്പിക്കുന്ന തീയിൻ്റെ മുൻപാകെ ആർ നിൽക്കും, നിത്യദഹനങ്ങളുടെ മുൻപാകെ ആർ വസിക്കും? ചോദ്യം എന്തുവാ? ഇത് മനസ്സിലാകണമേ. എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയ. എന്നാൽ പഴയ നിയമത്തിലൊരു ചോദ്യമാണ്, ദഹിപ്പിക്കുന്ന തീയുടെ മുൻപാകെ ആർ നിൽക്കും? പുറപ്പാടിൽ നോക്കുമ്പോൾ
ദൈവസാന്നിധ്യം ഇരുളും അന്ധതമസ്സും മേഘത്തോട് ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞു, മോശ എന്ന് പോയി ന്യായപ്രമാണം എടുത്തുകൊണ്ട് വന്നു, ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല. അങ്ങനെ പറയുന്നത്, ഞാനത് എടുക്കുന്നില്ല. മോശയോട് പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് കയറത്തില്ല, മോശ പോയി വചനം ഞങ്ങളോട് വന്ന്. കാരണം മനുഷ്യൻ്റെ എന്നുമുള്ള ചോദ്യമാണ്. ഈ പെട്ടകം ഇസ്രായേൽ മക്കളുടെ അടുത്തുനിന്ന് ഫിലിസ്തീയ ആലയത്തിൽ എത്തിയപ്പോൾ അനേക ദുരന്തങ്ങൾ 1 ശമൂവേൽ 6-ാം അധ്യായത്തിൽ ഉണ്ടായി. അവിടെ ഫിലിസ്തീയർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊന്ന് നോക്കിയാൽ 1 ശമൂവേൽ 6:20. 1 ശമൂവേൽ 6:20. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ശമേഷ്യർ പറഞ്ഞു. ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ ആർക്ക് നിൽക്കാൻ കഴിയും? Who can stand before this holy God? എബ്രായ ലേഖന കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ ഉന്നതൻ, പാപികളോട് ഒരു സംബന്ധവുമില്ലാത്ത ഈ മഹാപുരോഹിതന്റെ അടുത്ത് ആർക്ക്? Who can stand before this holy God? എന്നോട് കർത്താവ് സംസാരിച്ച കാര്യമാണ്. ന്യായാസനത്തിന് മുൻപാകെ നീ നിൽക്കുമ്പോഴും ഇന്ന് നീ നിൽക്കുന്നതും നിന്റെ യോഗ്യതയിലല്ല. ആരും ഇവിടുത്തെ ദൈവമക്കൾ പരിശുദ്ധനായ ദൈവത്തിന് മുൻപാകെ പാപിക്ക് നിൽക്കാൻ കഴിയത്തില്ല, മനുഷ്യന് നിൽക്കാൻ കഴിയത്തില്ല, ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുൻപാകെ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ അവിടെ നിൽക്കുന്നത് ഒറ്റ ഒരു ബേസിസിലാണ്. യേശു എനിക്ക് വേണ്ടി അവൻ മരിച്ചു, എൻ്റെ നീതിയായി തീർന്നു, അവൻ്റെ നീതി വസ്ത്രം എന്നെ ഉടുപ്പിച്ചത് കൊണ്ടാണ്. നമ്മളിത് അറിവായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ചിന്തിച്ചു നോക്കിയേ, വൈരുദ്ധ്യാഭാസമായിട്ട് തോന്നും. പാപിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം നരകമല്ല. നമ്മൾ ചിന്തിക്കുന്നത് പാപിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം എന്തോ? പാപിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ബൈബിള് പറയുന്നത് അതാ. ദൈവ സാന്നിധ്യത്തിൽ ഇവനെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവനെ പുറത്താക്കിയ. എന്തിനാ ലൂസിഫറിനെ തട്ടിയിട്ടത്? പാപം ഒരിക്കലും ദൈവ സാന്നിധ്യത്തിൽ. The most dangerous place for a sinner is not hell. The most dangerous place for a sinner is the presence of God. അതാണ് 2 തെസ്സലോനിയയിൽ വായിക്കുന്നത്. അവൻ വെളിപ്പെടുമ്പോൾ അവൻ്റെ മൂക്കിലെ ശ്വാസം കൊണ്ട് ദുഷ്ടന്മാരെ എന്തിനാ? അവൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയും. കാരണം അവൻ്റെ സന്നിധിയാണ് ഏറ്റവും ഡേഞ്ചറസ്. പക്ഷെ ബൈബിള് പറയുന്ന നാണയത്തിൻ്റെ മറുവശം, മനുഷ്യന് ഏക ആശ്വാസവും ഏക വിടുതലും സന്തോഷവും എവിടെ? സങ്കീർത്തനം എടുക്കണ്ട 16 അവസാന വാക്യം പറഞ്ഞേ, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത അവൻ്റെ വലത്ത് ഭാഗത്ത് എന്തുണ്ട്? ബൈബിള് പറയുന്ന 2 പാരലൽ ട്രുത്ത്സാ. ഒരു സത്യമാണ്, നരകത്തേക്കാൾ ഡേഞ്ചറസ് ആണ് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ കൂടെ ആര് നിൽക്കും? നിത്യദഹനങ്ങൾ. നിത്യദഹനം എന്ന് പറഞ്ഞാൽ നരകമല്ല, അവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തെയാ. നിത്യദഹനങ്ങൾക്ക് മുൻപാകെ ആർക്ക് പാർക്കാൻ കഴിയും? എന്നാൽ എനിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം അതാ. പക്ഷെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ ഉണ്ടാക്കിയത് തന്നെ ഈ ദൈവ സാന്നിധ്യത്തിൽ അവൻ്റെ തൃപ്തിയും സന്തോഷവും ആനന്ദവും അനുഭവിക്കാനാണ്. ഈ 2 വൈരുദ്ധ്യാഭാസങ്ങളാണ്, പാരഡോക്സ് ആണ്. ഈ വാക്യം വായിച്ചപ്പോൾ വേറൊരു പാരഡോക്സ്, വേറൊരു വൈരുദ്ധ്യാഭാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ന്യായവിധി ദിവസത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രവൃത്തികളെ മൊത്തം എന്തുകൊണ്ടിരും? വെളിച്ചത്തിൽ കൊണ്ടുവരും, എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നത് പോലും ആ പ്രവൃത്തി വെച്ചല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ എല്ലാ പ്രവൃത്തികളെ അവിടെ വെളിച്ചത്തിൽ കൊണ്ടുവരും, എൻ്റെ ഹൃദയ വിചാരങ്ങളെ അവിടെ വെളിച്ചത്തിൽ കൊണ്ടുവരും, അതിനനുസരിച്ച് പുകഴ്ച എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നത് ആ പ്രവൃത്തിയുടെ ബേസിലല്ല, എനിക്ക് വേണ്ടി ചിന്തിയ പാപമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പേരിലാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? 2 പാരഡോക്സ്. ഒരു ആദ്യം പറഞ്ഞ വൈരുദ്ധ്യാഭാസം, പാപിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ദൈവത്തിൻ്റെ. പക്ഷേ പാപിക്ക് ഏക വിടുതലുള്ളത് മനുഷ്യന്. അഗസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലെല്ലാം ഒരു ശൂന്യതയുണ്ട്. അത് നിറയണമെങ്കിൽ എവിടെ എത്തണം? ദൈവസന്നിധിയിൽ. അപ്പുറത്ത് വേറൊരു പാരഡോക്സ്, ഞാൻ ന്യായവിസ്താരത്തിൽ മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ വികാരങ്ങൾ എല്ലാം ദൈവം എക്സാമിൻ ചെയ്യാൻ പോവാം. പക്ഷെ ഞാൻ അവിടെ ഒരു ദൈവവൈതൽ അവിടെ നിൽക്കണമെങ്കിൽ അവൻ നിൽക്കുന്നത് ആ പ്രവൃത്തിയുടെ പേരിലല്ല, അവനു വേണ്ടി
പൂർണ്ണ ന്യായപ്രമാണത്തെ നിറവേറ്റിയിട്ട് അവൻ്റെ നീതിയായി തീർന്ന യേശുവിൻ്റെ പേരിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. മനുഷ്യപുത്രന്റെ മുൻപിൽ നാളെ നിൽക്കുന്നതും ഇന്ന് ഞാൻ നിൽക്കുന്നതും ഒറ്റ പേരില, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്തിനാ എല്ലാ പ്രാർത്ഥനയും അവസാനിപ്പിക്കുന്നത്? യേശു കർത്താവിൻ്റെ നാമത്തിൽ. വേറൊരു നാമത്തിൽ അവിടെ ചെല്ലാൻ കഴിയത്തില്ല. വേറൊരു നാമത്തിൽ എനിക്ക് അവിടെ പ്രവേശനമില്ല. അവന്റെ നാമത്തിലാണ്. അവൻ മൂലം ഈ കൃപയിൽ എനിക്ക് പ്രവേശനം കിട്ടി. അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, എന്തിനാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്? വൈ ഡസ് ഗോഡ് ലവ് മീ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. വൈ? ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്, ഞാൻ വലിയ കുഴപ്പങ്ങളിലൊന്നും പോകാറില്ല, ഞാൻ നല്ലൊരു ഞാൻ നല്ല കർത്താവിന് വേണ്ടി കർത്താവ് പറഞ്ഞ വിളി കേട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുക. അതുകൊണ്ടാണോ? യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. കൽപ്പനയെ അനുസരിക്കുന്നവർക്ക് പ്രത്യേക നിലയിൽ ദൈവസ്നേഹം വെളിപ്പെടും. സത്യമാണ്. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ബേസിസ് ഇത് വല്ലതും ആണോ? കൽപ്പനകളെ സ്നേഹിക്കുന്നവന് ദൈവസ്നേഹം ആഴമായിട്ട് രുചിച്ചറിയാം. പക്ഷെ ഈ സ്നേഹത്തിൻ്റെ കാരണം നമ്മളിലാണോ? അല്ല. ഓരോ ദിവസം ചോദിക്കണം, ഇന്ന് കർത്താവ് എന്നെ സ്നേഹിക്കുന്നതും ഇന്ന് നിലനിർത്തുന്നതും എൻ്റെ ഇന്ന് വരെയുള്ള പെർഫോമൻസ് വെച്ചല്ല. നമ്മൾ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ധ്യാനിച്ചതാണ്, ഒരു ശിഷ്യനെ പിതാവായ ദൈവം സ്നേഹിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ. ഇൻ ദ സെയിം വേ ആസ് ദ ഫാദർ ലവ്സ് ജീസസ്, അതുപോലാണ് പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷെ അറിയാതെ നമ്മുടെ മനസ്സിൽ, ഞാനൊരു സത്യം പറയാം, മനുഷ്യൻ, പ്രത്യേകിച്ച് റിലീജിയസ് മാൻ, അവൻ്റെ പ്രത്യേകത, അവൻ്റെ മൈൻഡ് നാച്ചുറലായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അറിയാമോ? ഫാരിസി എന്ന് പറയണം. നമ്മൾ ഡിഫോൾട്ടാണ്. കാരണം നാം ചിന്തിക്കുന്നത് നാം എന്തോ ചെയ്താണ് ദൈവത്തെ പ്ലീസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള തത്രപ്പാടില്ല മനുഷ്യൻ. അല്ലെങ്കിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും നാം കർത്താവിനെ അറിയും തോറും അനുഭവിക്കും തോറും നമ്മുടെ അനുഭവത്തിൽ കയറി നമ്മൾ നിൽക്കും. എന്നിട്ട് നമ്മൾ നോക്കും, ഓക്കെ, അവൻ ഇത്രയൊക്കെ ആയുള്ളല്ലോ, അവൻ്റെ പ്രാർത്ഥന കണ്ടില്ലയോ, അവൻ്റെ ജീവിതം കണ്ടില്ലയോ. നമ്മൾ മറ്റുള്ളവരെ തട്ടിച്ച് നോക്കുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ആത്മീയ അനുഭവങ്ങളും ആത്മീയ പൈതൃകവും അല്ലെങ്കിൽ നമ്മൾ നയിച്ച വിശുദ്ധ ജീവിതം വെച്ചാണ് നാം മറ്റുള്ളവരെ നോക്കുന്നത്. പക്ഷെ ദൈവം നമ്മളെ നോക്കുന്നത് നമ്മളെ നയിച്ച വിശുദ്ധ ജീവിതം വെച്ചല്ല, യേശുവിൻ്റെ വിശുദ്ധി വെച്ചാണ് ദൈവം എന്നെ നോക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നത് എങ്ങനെയാ? അവൻ്റെ പെർഫോമൻസ് വെച്ച്, അവനെ അടിമുടി ഒന്ന് നോക്കി, എന്തോ അവൻ്റെ ഇന്നത്തെ ആ ഉടുപ്പ് ശരിയായാൽ, അല്ലെങ്കിൽ അവൻ്റെ ആ നോട്ടം, അവൻ്റെ ആ ചിരിയ എന്താ, നമുക്ക് ആ വ്യക്തിയുടെ എല്ലാം പുറമെ എല്ലാം നോക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ദൈവം നമ്മളെ നോക്കുമ്പോൾ, നീ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഇതൊന്നുമല്ല, കാരണം ഞാൻ യേശുവിനെ നോക്കുന്നത് കൊണ്ടാണ് നീ എന്നും എൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യത. ഒരു കാര്യം ഞാൻ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാം വാക്യം. നമുക്കറിയാവുന്ന വാക്യമാണ്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. പരീശൻ പറയുന്നത് എന്തോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പരീശൻ പറയുന്നത്, ഞാൻ ചുങ്കക്കാരനോ പിടിച്ചുപറിക്കാരനോ ആകാത്തതിന് ആർക്കാ സ്തോത്രം കരയറ്റുന്നത്? എന്നാൽ പരീശൻ പറയുന്നത്, എനിക്കിന്നുള്ള എൻ്റെ ഇത്ര നല്ല ലൈഫിൻ്റെ കാരണം ആരാ? പരീശൻ ദൈവത്തിനാ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പരീശൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ അല്ലാത്തതിന് ഞാൻ നിനക്ക്. എന്നാൽ പരീശൻ തനിക്കുള്ള മറ്റുള്ളവരെക്കാൾ ഹയർ മോറൽ ഗ്രൗണ്ട്, മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചമാണെന്നുള്ള ഈ അവസ്ഥയ്ക്ക് ആർക്കാ നന്ദി കൊടുക്കുന്നത്? നമ്മളും അങ്ങനെ, കർത്താവേ എനിക്ക് ഇത്രത്തോളം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തന്നല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന എന്തുവാ? അവൻ അത്രയൊന്നും ഉപവസിക്കുന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, കർത്താവ് നമുക്ക് തന്ന ആത്മീയ പുരോഗമനത്തിന് നമ്മൾ. പക്ഷെ പരീശനും നന്ദി പറയുന്നുണ്ട്. പക്ഷെ പരീശൻ്റെ കുഴപ്പം എന്തുവാ?
അവൻ നേടിയ ആത്മീക പുരോഗമനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നു, അതിൻ്റെ പേരിൽ ദൈവസന്നിധിയിൽ വരുന്നു. പക്ഷെ ഒരു വിശ്വാസി അവന് കിട്ടിയ ആത്മീയ പുരോഗമനത്തിന് നന്ദി പറയുമ്പോൾ അവൻ പറയുന്നത്, ഇതൊന്നുമല്ല ഞാൻ നിൽക്കുന്നത് കൃപയിലാണ്. കാരണം ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പറയാം. ബൈബിളിലെ ആത്യന്തികമായ കൽപ്പനയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും. ഈ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും ഇന്ന് വരെയും ഒറ്റ നിമിഷം പോലും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇല്ല. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ, തൻ്റെ ഐഹിക ജീവിതത്തിൽ ഒറ്റ നിമിഷം പോലും ആ പൂർണ്ണതയിൽ നിന്ന് കുറച്ച് താൻ സ്നേഹിച്ചിട്ടില്ല. അതാണ് നമ്മുടെയും യേശുവിൻ്റെ നീതിയുടെ വ്യത്യാസം. യേശുവിൻ്റെ നീതി ഇൻ ഹിസ് ഹോൾ ലൈഫ് ടൈം ഒറ്റ നിമിഷം പോലും ഈ പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും സ്നേഹിക്കാത്ത ഒറ്റ നിമിഷം യേശുവിൻ്റെ ലൈഫിൽ ഇല്ല. നമ്മുടെ ലൈഫിൽ ഒറ്റ നിമിഷം പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്ന ഒറ്റ നിമിഷം ഉണ്ടായിട്ടില്ല. നമ്മൾ പെർഫെക്ഷനിലേക്ക് നീങ്ങിയ. ഇപ്പം ഞാൻ പറയുന്നത്, ഇത് പ്രവൃത്തിക്ക് സ്ഥാനം, നമ്മുടെ പ്രവൃത്തി വെച്ചാണ് നമ്മുടെ ന്യായവിസ്താരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ അവിടെ നിൽക്കുന്നത് ഈ യേശുവിൻ്റെ പെർഫെക്റ്റ് റൈറ്റസ്നെസ്സിലാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് നിൽക്കുന്നതും നാളെ നിൽക്കുന്നതും. പക്ഷെ അറിയാതെ നമ്മൾ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നത്, കുഴപ്പമില്ല, നീ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതില്ല. ഒരു മിനിറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്തോ ആദ്യം പറയുന്നത്? കർത്താവേ, ഞാൻ നിന്നെ ഇത്ര നാൾ സേവിച്ചില്ലയോ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇത്ര ഓടിയില്ലയോ? കർത്താവേ, ഞാൻ ഇത്ര പാവപ്പെട്ടവരെ സഹായിച്ചില്ലയോ? കർത്താവ്, എനിക്ക് ഈ വിഷയത്തിൽ ഒരു പരിഹാരം തരണേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നാമത്തിലാണ്. നമ്മുടെ ഇന്ന് വരെയുള്ള പെർഫോമൻസ് വെച്ചാണ്, റിപ്പോർട്ട് കാർഡ് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. കർത്താവേ, ഇതൊക്കെ ഞാൻ ചെയ്തു, നിന്നെ വിശ്വസ്തയോട്. അതല്ലേ ഏലിയാവ് പറയുന്നത്, ഞാൻ മാത്രം ഒറ്റയാള്. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, അതിൻ്റെ ബേസിസിലല്ല ഞാൻ മറുപടി തരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയ്ക്കും. അല്ലാതെ നമ്മൾ ചെയ്തതിൻ്റെ പേരിലല്ല. പ്രാർത്ഥനയുടെ മറുപടി പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നുണ്ടാ. നമ്മൾ ഡിസെപ്ഷൻ എന്തുവാ? നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, ഇന്ന് വരെയുള്ള എൻ്റെ ട്രാക്ക് റെക്കോർഡാണ് എന്നെ ദൈവത്തിന് മുൻപാകെ സ്വീകാര്യമാക്കുന്നത്. അല്ല, മനസ്സിൽ കുറിച്ചു വെക്കണം. എത്ര വർഷം ആത്മീയതയിൽ മുന്നേറിയാലും നമ്മുടെ ട്രാക്ക് റെക്കോർഡല്ല നമ്മുടെ അവിടെ നിർത്തുന്നത്, യേശുവിൻ്റെ നീതിയാണ്. ഇതെനിക്ക് മനസ്സിലായത് എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എന്നെ ആദ്യമായിട്ട് ഞാൻ കേട്ട, അന്നുവരെ ഞാൻ സാക്പുനൊന്നും കേട്ടിട്ടില്ല. എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് സാക്പുനൻ്റെ ഒരു മെസ്സേജ് അയച്ചു തന്നു. എന്നാൽ സാക്പുനൻ്റെ ആദ്യത്തെ മെസ്സേജ് ഞാൻ കേട്ട ഒരു മെസ്സേജിലാണ് ഈ കാര്യം, തൻ്റെ ഒരു അനുഭവം താൻ പറഞ്ഞു. സാക്പുനൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 40 വർഷം താൻ ശുശ്രൂഷിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ താൻ പ്രാർത്ഥിച്ചു, കർത്താവേ, 40 വർഷം ഞാൻ നിന്നെ സേവിച്ചു, സത്യത്തിനു വേണ്ടി നിലനിന്നു, കറതീർന്ന ഉപദേശത്തിന് വേണ്ടി നിന്നു. കർത്താവേ, എനിക്ക് ഈ പ്രതിസന്ധിയിൽ ഒരു പരിഹാരം വേണം. കർത്താവ് സാക്കിനോട് പറഞ്ഞ്, നിന്റെ 40 വർഷത്തെ മിനിസ്ട്രി ഇറ്റ് ഈസ് റബ്ബിഷ്. കാരണം ആ 40 വർഷത്തിൻ്റെ മിനിസ്ട്രിയിലല്ല ഞാൻ നിനക്ക് മറുപടി തരുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതുകൊണ്ടാണ് മറുപടി തരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡറുടെ എന്ത് വേണം? ഒപ്പ് വേണം. ഞാൻ എൻ്റെ ഒപ്പിട്ടാൽ ഷെബി ബ്രദറിൻ്റെ അക്കൗണ്ടിലെ പൈസ എനിക്ക് കിട്ടുമോ? എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് ചോദിക്കുന്നത്? എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല ചോദിക്കുന്നത്. എൻ്റെ അക്കൗണ്ട് ഒന്നുമില്ല, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഞാൻ പാപ്പരനാണ്, എനിക്കൊന്നും നീതിയായ യോഗ്യതയായ പറയാനില്ല. ഞാൻ പോയി പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ എനിക്കിത് വേണം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമമഹത്വത്തിനായി എനിക്കിത് തരണം. അതോട് ഈ കാര്യം ചേർത്ത് പറയാം, ആരെങ്കിലും അവരവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ അവരവർക്കെതിരെ എഴുതി കൊടുക്കുമോ? എനിക്ക് ദോഷം വരുന്ന നിലയിൽ എഴുതി കൊടുക്കുമോ? അതാണ് പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ഹിതമല്ലാത്തത്, ദൈവരാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകാത്തത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സൈൻ ചെയ്ത് ആ പൈസ വരുമോ?
നമ്മൾ ചിന്തിക്കുന്നത് ഏത് പ്രാർത്ഥന എന്തോ നമുക്ക് വേണ്ടതെല്ലാം ചപ്പും ചവറും എഴുതി കൊടുത്ത് യേശുവിൻ്റെ നാമത്തിൽ അടിയും സൈൻ ചെയ്ത എന്ത് കിട്ടും? ഈ അക്കൗണ്ട് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാ? യേശുവിൻ്റെ നാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുവാൻ, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്താരത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കൂടി ദൈവം മഹത്വം എടുക്കണം. അതിനുവേണ്ടി ഞാൻ എന്തു ചോദിച്ചാലും ദൈവം മറുപടി തരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിനൊരു സംശയം വേണ്ട. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നോട് തൻ്റെ മുൻപിൽ വരുന്നവർക്ക് അവൻ പ്രതിഫലം തരുന്നു. എന്ത് ചെയ്യണം? ചിലർ പറയും പ്രാർത്ഥനയ്ക്ക് 3 മറുപടിയുണ്ട്: യെസ്, നോ, വെയിറ്റ്. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകത്തില്ല. ഞാൻ പറയുന്നത് എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. കാരണം ഞാൻ എൻ്റെ ബുദ്ധികേടിൽ ചെന്ന് ദൈവഹിതത്തിന് വിരോധമായി പ്രാർത്ഥിച്ചാൽ പോലും കർത്താവ് ആ പ്രാർത്ഥന കേട്ടിട്ട്, എനിക്കറിയത്തില്ല, പക്ഷേ അവൻ്റെ ഹിതപ്രകാരമുള്ളത് എനിക്ക് തരും. എല്ലാ പ്രാർത്ഥനയും പൂർണ്ണ മനസ്സോടെ, ഞാൻ എൻ്റെ നീതിയിലല്ല കർത്താവേ നിന്റെ നീതിയിൽ നിന്ന് നിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്? പക്ഷെ നാം ഉദ്ദേശിക്കുന്ന മറുപടി അല്ലായിരിക്കും. പക്ഷെ എല്ലാ പ്രാർത്ഥനയ്ക്കും എന്തുണ്ട്? മറുപടിയുണ്ട്. നമ്മുടെ പ്രശ്നം എന്തുവാ? എന്തുകൊണ്ടാണ് ഇത്? ഞാൻ പറഞ്ഞു. പക്ഷെ നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ, വീഴ്ച സംഭവിക്കണം എന്നല്ല, സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പണ്ട് പറ്റിയതാ, കർത്താവ് എന്നെ പഠിപ്പിച്ചതാ. നമ്മൾ 1-2 ദിവസം അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇന്ന് പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ട. കാരണം എന്തുവാ? ഇത്ര ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇനി എന്താ? അന്ന് പ്രാർത്ഥിക്കാൻ നമുക്കത് തോന്നത്തില്ല. കാരണം എന്തുവാ? നമ്മളെ നീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾ യേശുവിൻ്റെ അടുത്ത് വരുന്നത് യേശുവിൻ്റെ പേരിലല്ല. ഇന്ന് ഞാൻ ജീവിച്ച എൻ്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചാൽ ഞാൻ വരുന്നത്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുടുംബം കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. നാളെ വഴക്കുണ്ടായാൽ ഞങ്ങൾ കൈ കോർക്കത്തില്ല, ഞങ്ങൾ അവരവരുടെ മുറിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. കാരണം എന്തുവാ? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഡിഫോൾട്ട് മൈൻഡ് എന്തുവാ? വി ആർ ഫാരിസീസ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ നീതി വെച്ചാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വില പോത്തില്ല. ഇപ്പൊ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ഉദാഹരണം, ഇത് വീണ്ടും ജനിച്ച വ്യക്തിക്ക് ആരുടെ നീതി കിട്ടി? യേശുവിൻ്റെ നീതി കിട്ടി. വീണ്ടും ജനിക്കാത്ത വ്യക്തി എന്തുവാ? അവന് നീതിയില്ല, അവൻ പാപത്തില. ഈ വീണ്ടും ജനിച്ച വ്യക്തിയും വീണ്ടും ജനിക്കാത്ത വ്യക്തിയും ഇതിലാണ് അറിയുന്നത്. ഞാൻ വീഴുമ്പോൾ ഞാൻ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണോ, അതോ ഇതിൻ്റെ പരിഹാരമുള്ളവൻ്റെ അടുത്ത് വന്ന് കൃപാസന്നിധിയിൽ വരുവാണോ? പന്നിയും ആടും. ആട് ശരീരത്തിൽ ചെളി വെട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയി അരച്ചു കളയും. പന്നി എന്തുവാ? കുളിപ്പിച്ച് ഫെയർ ആൻഡ് ലവ്ലി വരട്ടിയാലും അതിൻ്റെ അകത്ത് കിടന്നുള്ളും. അതിൻ്റെ സ്വഭാവം അതാ. എപ്പോഴാ കൃപാസന്നിധിയിൽ വരേണ്ടത്? അബദ്ധം പറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞല്ല, അക്കടി പറ്റിയിട്ട് പിന്നെ അല്ല, തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ. തക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ, ഞാൻ ഏറ്റവും ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ കയറി പിടിക്കുക. നമ്മുടെ നീതിയിൽ ആശ്രയിക്കുന്ന എങ്ങനെയാണ് ഞാൻ പറയാം. ഒരു വ്യക്തി, നീന്തറിയാത്ത വ്യക്തി വെള്ളത്തിൽ മുങ്ങുമ്പോൾ, ഞാൻ മുങ്ങിയല്ലോ, മുങ്ങിപ്പോവാണല്ലോ, അങ്ങ് മുങ്ങിപ്പോവാന്നോ അതോ കൈയും കാലും ഇട്ട് അടിക്കുവോ? ഞാൻ മുങ്ങുവാണല്ലോ, മുങ്ങിപ്പോയല്ലോ, ഇനി മുങ്ങുവല്ലോ. ഇതാണ് കുറ്റബോധം. ഇത് പാപബോധമല്ല, ഇത് സാത്താൻ കൊണ്ടിടുന്ന, നമ്മളെ കുറ്റം വിധിക്കുക, ദൈവത്തിൽ നമ്മളെ അകറ്റുക. അത് ദൈവം ചെയ്യുന്നതല്ല, അത് പരിശുദ്ധാത്മാവല്ല ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഞാൻ മുങ്ങിപ്പോകുമായിരുന്നു, അപ്പോൾ അവിടെ വേറൊരു മനുഷ്യൻ, ഒരു അജാനബാഹുവായ മനുഷ്യൻ കരയിൽ നിന്നാൽ 4 ആൾ കൂടിയാലും ആ വ്യക്തിയെ പിടിക്കാൻ കഴിയത്തില്ല. പിടിക്കാൻ കഴിയുമോ? ഇല്ല. അത്ര അജാനബാഹു ഒരു മനുഷ്യനെ ചിന്തിക്കുക. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ തൊട്ടടുത്ത് ആരുണ്ട്? നീന്തറിയാവുന്ന ഈ അജാനബാഹുവായ ഈ മനുഷ്യൻ എന്ത് ചെയ്താലും നിങ്ങളെ പിടിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നിങ്ങൾ കയറി പിടിക്കുമോ? നിങ്ങൾ മുങ്ങിപ്പോവാ, നിങ്ങൾ കയറി പിടിച്ചിരിക്കും. കരയിൽ 10 പേര് നിന്നാലും ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിച്ചാകുന്ന ഒറ്റയാൾ മതി ഇവനെ കയറി പിടിക്കാൻ. കാരണം എന്തുവാ?
അത്രയ്ക്കാണ്. ഞാൻ പിടിച്ചില്ലേ, ഇതെന്റെ കച്ചിത്തുരുമ്പ, യുദ്ധ കയറി പിടിച്ചില്ലേ ഞാൻ എന്തായിപ്പോവും. ആ ഒരു മനോഭാവമാണ് വീഴുമ്പോൾ വേണ്ടിയത്. അല്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുളുകയല്ല. എന്നെ ഇവിടെ നിന്ന് കരകയറ്റാൻ കഴിയുന്നവന്റെ സന്നിധിയിൽ ഞാൻ ഓടിച്ചെല്ലണം. എനിക്ക് ഓടിച്ചെല്ലാം. കാരണം ഞാൻ ദഹിപ്പിക്കുന്നതിന്റെ അഗ്നിയുടെ മുൻപാകെ നിൽക്കുന്നത് എന്റെ നീതിയിലല്ല, അവൻ എനിക്ക് തന്ന, സൗജന്യമായി തന്ന കാൽവരി ക്രൂശിൽ എനിക്ക് കിട്ടിയ, എന്നിൽ കണക്കിട്ട ഒരു നീതിയുണ്ട്. ആ നീതിയുടെ പേരിൽ ചെന്ന്, അപ്പാ എനിക്ക് വീഴ്ച പറ്റി, എന്നെ രക്ഷിക്കണം. അജാനബാബുവായ മനുഷ്യനെ പോലെ നമ്മളെ തള്ളിക്കളയുകയല്ല, നമ്മളെ മാർവോട് ചേർക്കുവാൻ, ഏറ്റുപറയുന്നവനെ, ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം മാർവോട് ചേർപ്പാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അകറ്റിയത് സാത്താനാ, ദൈവമല്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കുറ്റബോധവും പൈശാചികമാണ്. ഒരിക്കൽ കൂടി പറയാം, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അത് ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കുറ്റബോധവും പൈശാചികമാണ്. യഥാർത്ഥ പാപബോധം അതെന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. എൻ്റെ പാപ്പരത്വം, എൻ്റെ ആ ദൈവം ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ തിരശീല മാറ്റി എന്നെ ഞാൻ ആരാന്ന് കാണിച്ചതാ. ആ അറിയാത്ത വാക്ക് വന്നപ്പോൾ എന്തുവാ സംഭവിച്ചേ? എൻ്റെ ഉള്ളിലുള്ളത് പുറത്തു വന്ന ആ നിമിഷം ദൈവം എന്നെ തന്നെ കാണിച്ചതാ. ആൽബി മോനെ, നീ ഇത്രേ ഉള്ളു. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ ഇത്രേ ഉള്ളു, എനിക്ക് നിന്റെ നീതി വേണം. നീ പ്രതികരിച്ചതുപോലെ എനിക്ക് പ്രതികരിക്കണം. ഞാൻ നിന്റെ നീതിയിലാണ് കയറി പിടിക്കുന്നത്, എന്റെ നീതിയിലല്ല ഞാൻ നിൽക്കുന്നത്. ന്യൂ ലൈഫിലെ ദൈവമക്കളെ, യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ ആകണം എന്ന് പറഞ്ഞ് ശ്രമിച്ച് കുഴഞ്ഞ് പരാജയപ്പെട്ടിരിക്കാനല്ല, ഇതുപോലെ ഓരോ ദിവസവും അവന്റെ നീതിക്കായി എനിക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലെ ഞാൻ മുങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു എൻ്റെ നീതിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ വീക്കസ്റ്റ് പോയിന്റിലും എനിക്ക് യേശുവെ കയറി പിടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുന്നത് എന്തുവാ? അല്പം കൂടി ഞാൻ ഒന്ന് ബലപ്പെടട്ടെ, പിന്നെ ഞാൻ അത് പിശാചിൻ്റെ ആലോചന. എൻ്റെ ബലം എവിടെ ഇരിക്കുന്നത്? യേശുവില്ല, അവനാണ് എൻ്റെ ബലം. സാത്താൻ പറയുന്നത്, നീ ബലപ്പെട്, തന്നെ ബലപ്പെട്. അതല്ലയോ ഹവ്വയോടും ആദാമിനോടും പറഞ്ഞത്. തന്നെ തീരുമാനമെടുക്ക്, തന്നെ നന്മ തിന്മ അറിയുക. ദൈവത്തെ കൂടാതെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാത്താനാ. പക്ഷെ പരിശുദ്ധാത്മാ പറയും, ഡിപ്പെൻഡ്, നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, നീ നിന്നിൽ തന്നെ ഹെൽപ്ലെസ്സാ. ഇംഗ്ലീഷിൽ ഒരു പാട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, ഇന്ന് രാവിലെ ഞാൻ വാട്സാപ്പിൽ ഇട്ടു. ഐ ഹിയർ ദ സേവിയർ സേ, ദൈ സ്ട്രെങ്ത് ഇസ് സ്മോൾ ഇൻഡീഡ്. ഞാൻ എൻ്റെ രക്ഷകൻ പറയുന്നത് കേൾക്കുന്നു, നിന്റെ ബലം വളരെ കുറവാ. ചൈൽഡ് ഓഫ് വീക്ക്നെസ്, ബലഹീനതയുള്ള പൈതലേ, വാച്ച് ആൻഡ് പ്രേ, കാത്തിരുന്ന് പ്രാർത്ഥിപ്പീൻ, ജാഗരിച്ച് പ്രാർത്ഥിപ്പീൻ. ഫൈൻഡ് യുവർ സ്ട്രെങ്ത് ഇൻ മീ. നിന്റെ എല്ലാം എന്നിൽ കണ്ടെത്തുക. ബലഹീനരാകുമ്പോൾ, വീക്ക് ആകുമ്പോൾ നമ്മുടെ നീതിയിൽ നിൽക്കാനല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്തുവാ? നമ്മുടെ ഡിഫോൾട്ട് മൈൻഡ് എന്തുവാ? ഫാരിസിയാ. ഡിഫോൾട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നീട്ടിപ്പിടിച്ചുകൊണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുടുംബ പ്രാർത്ഥന എപ്പോഴാണ്? കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയാൽ പ്രാർത്ഥിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ അന്ന് പ്രാർത്ഥനയില്ല. കാരണം വി ആർ ട്രസ്റ്റിംഗ് ഇൻ അവർ ഓൺ റൈച്ചസ്നെസ്, സെൽഫ് റൈച്ചസ്നെസ്. അതിൽ നിന്നാണ് മറ്റുള്ളവരെ പുച്ഛത്തോട് നോക്കുന്നത്, അതിൽ നിന്നാണ് പാപികളെ അംഗീകരിക്കാൻ കഴിയാത്തത്. ഇതിൻ്റെ എല്ലാ റൂട്ട് കിടക്കുന്നത് എവിടാ? സ്വയനീതി. എന്തുകൊണ്ടാണ് ഒരു പാപിയായ വ്യക്തിയെ കാണും എനിക്ക് പുച്ഛം? എന്തുകൊണ്ടല്ല സഭയിൽ എനിക്ക് എൻ്റെ സ്റ്റാൻഡേർഡിന് ചേരാത്ത വ്യക്തിയെ കാണും ഒരു എന്തോ ലുക്കിംഗ് ഡൗൺ? എന്താ കാരണം? ഞാൻ നിൽക്കുന്നത് ഒന്നെങ്കിൽ എൻ്റെ പണത്തിൻ്റെ ആ ലെവലിലായിരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമയുടെ ആ ലെവലിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അതിലാണ് നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും മുകളിലും താഴുവാണ്. പക്ഷെ ഞാൻ കൃപയിലാണ് നിൽക്കുന്നത് നോക്കുമ്പോൾ ഇവിടെ ആരും കൂടിയവനോ കുറഞ്ഞവനോ ചർച്ചിലില്ല. കാരണം നമ്മളെ ബന്ധിപ്പിക്കുന്നത്, നമ്മളെ ഒന്നിപ്പിക്കുന്നത്, നമ്മളെ നിർത്തുന്നത് എന്തുവാ? കാൽവറി ക്രൂശിൽ നടന്ന ആ പരമയാഗത്തിന്റെ പേരിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാത്ത മനുഷ്യൻ, നമ്മളെ ബന്ധിപ്പിക്കുന്ന ബന്ധം അല്ലെ ആ ചരട് പണത്തിന്റെ ചരടല്ല, വിദ്യാഭ്യാസത്തിന്റെ ചരടല്ല. ഒറ്റ നാട്ടുകാരൻ ഗൾഫിൽ പോകുമ്പോൾ എൻ്റെ നാട്ടുകാരൻ അല്ലയോ, അല്ലെ തിരുവല്ലക്കാരനെ കണ്ട പ്രത്യേക സന്തോഷം. കാരണം എന്തുവാ? ആ ഗൾഫിൽ ആ മരുഭൂമിയിൽ എൻ്റെ നാട്ടുകാരനെ
കാരണം എന്തുവാ, അത് ആ ബന്ധങ്ങളുടെ എല്ലാം ബന്ധിപ്പിക്കുന്ന ചരട് മാനുഷിക താൽക്കാലിക ചരടുകളാണ്. പക്ഷെ നമ്മളെ ബന്ധിപ്പിക്കുന്ന ചരട് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയായി മാറി അവൻ നമ്മളെ പുത്രനും പുത്രിയുമാക്കി മാറ്റി. ഞാൻ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ പ്രശ്നം, നമ്മുടെ മൈൻഡ് പലപ്പോഴും അങ്ങനെ സെറ്റാ. നമുക്ക് ദൈവം തരുന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറയുന്നു പരീക്ഷനെ പോലെ. പക്ഷേ വി ആർ നോട്ട് ഏബിൾ ടു റിജോയ്സ് ഇൻ വാട്ട് ഗോഡ് ഹാസ് ഡൺ. ദൈവം നമുക്ക് എന്ത് ചെയ്തു അതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 41-ാം വാക്യം. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. അവിടെ എന്നെ വളരെ സ്പർശിപ്പിച്ച വാക്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ കൈപ്പണിയിൽ അവരെന്ത് ചെയ്തു? ഉല്ലസിച്ചു വന്നു. They rejoiced in the work of their hands. ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആ വിഗ്രഹത്തെ നമസ്കരിച്ചു. അവരുടെ കൈപ്പണിയിൽ അവരെന്തോ ആ ഡിസൈൻ കണ്ടില്ലയോ, ആ തങ്കം കൊണ്ടൊക്കെയുള്ള ആ ഒരു ഷേപ്പൊക്കെ കണ്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാ. അവരുടെ കൈപ്പണിയിൽ എന്ത് ചെയ്തു അവർ? സ്തേഫാനോസ് ഇത് പറഞ്ഞു വരുന്നത്, ഞാനത് വിസ്താരമായി പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം സ്തേഫാനോസിന്റെ അവസാനത്തെ സന്ദേശമാണ്. 6-ാം അധ്യായം 13-14 വായിച്ചാലും. കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ഇവരുടെ അക്യൂസേഷൻ എന്തുവാ? ഇവരുടെ സ്തേഫാനോസിനെതിരെ ആരോപണം എന്തുവാ? യേശു ഈ ആലയത്തെ നശിപ്പിക്കുകയും മോശ കൊണ്ടുവന്ന നമ്മുടെ പ്രമാണത്തെയും പാരമ്പര്യത്തെയും ഇവൻ നശിപ്പിക്കുക എന്നുള്ള ആരോപണം ആര് പറഞ്ഞു? സ്തേഫാനോസിനെതിരെ ഇവർ ചാർത്തി. എന്നാൽ സ്തേഫാനോസിനെ വിസ്തരിക്കാൻ കൊണ്ടുവന്നപ്പോൾ സ്തേഫാനോസ് ഈ ആരോപണത്തിനൊന്നും മറുപടി പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ പോകരുത്. ഞാൻ അവിടെ കടക്കുന്നില്ല. 7:51 ഇതിൻ്റെ കൺക്ലൂഷനാണ്. 7:51 48 വായിച്ചാൽ 48-ഉം 51. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലതാനും 51. ഷാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഇവിടെ ഷാഠ്യവും അഗ്രചർമ്മവും ഹൃദയത്തിൽ അഗ്രചർമ്മവും ഇല്ലാത്തവരെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവിനെതിരെ എന്ത് ചെയ്യുന്നു? മറുത്തു നിൽക്കുന്നു. എന്നാൽ ഈ 41-48 ഇതിൻ്റെ കീ. ഇവരോടുള്ള സ്തേഫാനോസിൻ്റെ ദൂത്. ഇവർ പറഞ്ഞു, സ്തേഫാനോസ് ദൈവാലയവും മോശയുടെ സമ്പ്രദായത്തെ നശിപ്പിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ വന്ന വ്യക്തിയാണ്. എന്നാൽ അതിന് മറുപടിയായി സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ സ്തേഫാനോസ് പറയുകയാണ്, നിങ്ങളുടെ അപ്പച്ചന്മാരില്ലയോ, അവരും എന്തോ കൈകൊണ്ട് പണിഞ്ഞ് അതിലങ്ങ് സന്തോഷിച്ചു. ഈ 48-ാം വാക്യത്തിൽ വരുമ്പോൾ പറയാണ്, ദൈവം കൈപ്പണിയായതിൽ. അതിൻ്റെ അർത്ഥം ഇവരിപ്പോൾ എന്തിലാണ് സന്തോഷിക്കുന്നത്? ഇവർ പണിഞ്ഞ സൂപ്പർ ആലയമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച് ഈ ആലയത്തിൻ്റെ മനോഹാരിത കണ്ട് ഡിസൈപ്പിൾസ് ശിഷ്യന്മാരെല്ലാം സ്റ്റൺ അടിച്ച് നിന്നു, ഇല്ലയോ? അയ്യോ എന്തോ മനോഹാരിത. യേശു പറഞ്ഞു, ഇതിൻ്റെ ഒരു കള്ളിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. എന്നാൽ അതിനോട് വളരെ സമാനമായി ഇവിടെ കിടക്കുന്നു. എന്നാൽ സ്തേഫാനോസ് പറയുകയാണ്, നിങ്ങളുടെ അപ്പച്ചന്മാർ പണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി, ആ കൈയുടെ ഞങ്ങളുടെ കൈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവരുടെ കൈയുടെ പ്രവൃത്തിയിൽ എന്ത് ചെയ്തു? ഉല്ലസിച്ചു. നിങ്ങളിപ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ആലയത്തിൽ വരുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധിക്കുന്നതും ഉല്ലസിക്കുന്നതും നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയിലാണ്. ഇതിൻ്റെ ആത്മീക ദൂത് എന്തുവാ? ഇതിൻ്റെ ആത്മീയ ദൂത്, നമ്മുടെ പാട്ട് നല്ലതാ, ആരാധന നല്ലതാ, വിശുദ്ധ ജീവിതം നല്ലതാ, നല്ല കുടുംബജീവിതമുണ്ടോ നല്ലതാ, നല്ല മക്കളുണ്ടോ നല്ലതാ. പക്ഷേ ഇതിലൊന്നുമല്ല ഉല്ലസിക്കേണ്ടത്. ഇതെല്ലാം ദൈവം തന്നതാ. ആലയം ആരാ തന്നെ? പക്ഷെ ഇവർ ആരാധിക്കാൻ വരുമ്പോഴും ഇവർ ആലയത്തെ അല്ല ആരാധിക്കുന്നത്. കണ്ടോ, ഞങ്ങളുടെ കൈ പണിഞ്ഞ ആലയം. ആരെ ആരാധിക്കുന്നത്? സെൽഫ് വർഷിപ്പ്. അവരവരെ തന്നെ ആരാധിക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
നമ്മൾ ഏത് നീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ വ്യക്തമാകുന്നത്. നമ്മൾ നമ്മുടെ നീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് ഉല്ലസിക്കാനും പുകഴുവാനും പ്രശംസിക്കാനുള്ള ഓരോ കാര്യമാണ്. പഴഞ്ചന്മാർ പറഞ്ഞിട്ടില്ലയോ, എന്തോ മക്കളെ കിട്ടിയാലും മാമ്പൂ കണ്ടാലും സന്തോഷിക്കല്. കാരണം നമുക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിലാണ് നമ്മുടെ ജോയ്. എന്നാൽ ഇവിടെ സ്തേഫാനോസ് പറയുകയാണ്, നിങ്ങളുടെ കൈയുടെ പ്രവൃത്തിയായി നിങ്ങൾ അതിൽ ഉല്ലസിച്ചു. നിങ്ങൾ ആരാധിച്ച എന്തിനെയാണ്? നിങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ. നിങ്ങൾ ദൈവത്തെ അല്ല ആരാധിച്ച്. സ്തേഫാനോസ് താഴോട്ട് പറയുകയാണ്, നിങ്ങൾ ആലയത്തിൽ വരുന്നുണ്ട്, പക്ഷെ ആലയത്തിൽ വന്ന് യഹോവയല്ല ആരാധിക്കുന്നത്, നിങ്ങൾ ഉണ്ടാക്കിയ ആലയത്തിന്റെ മഹത്വത്തെയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, മടുതെളിക്കുന്നവരെ, ധാർഷ്ട്യമുള്ളവരെ. ഈ കൈകളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ നമ്മുടെ ക്രിസ്തുവിൽ നിന്നുള്ള ഫോക്കസ് മാറി വേറെ എന്തും, അത് ദൈവം തന്നതാകട്ടെ, നമ്മൾ നേടിയെടുത്ത ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ എന്തിലാണ് എൻജോയ് ചെയ്യുന്നത്? ദൈവം തരുന്ന നീതിയുടെ പ്രത്യേകത, ഞാൻ മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ദൈവം എന്തു ചെയ്തു അത് വെച്ചാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ പരീശൻ എന്ത് വെച്ചാണ് നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു. ഇവിടെ കൈകളുടെ പ്രവൃത്തിയിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ പരീശന്റെ പ്രത്യേകത, പരീശൻ വലിയ വർഷിപ്പുണ്ട്, പക്ഷെ അവൻ ദൈവത്തെ അല്ല വർഷിപ്പ് ചെയ്യുന്നത്, അവന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ഉദാഹരണം പറയട്ടെ, ചില പെന്തക്കോസ് എന്നോട് ചില വന്നു, ഇന്ന് ഭയങ്കരമായിട്ട് ഇവിടുത്തെ കാര്യമല്ലേ ആരാധിച്ചു, കൈ പൊട്ടി ചോര വന്നു, ആരാധിക്കാൻ പറ്റി. അത് ഭയങ്കര വലിയ സംഭവം. കാരണം എന്തുവാ? അത്ര നന്നായിട്ട്. അപ്പൊ എന്തിനെ ആരാധിച്ച്? സംടൈംസ് വി വർഷിപ്പ് അവർ വർഷിപ്പ്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആരാധനയെ ആരാധിക്കുന്നത് ദൈവത്തെ അല്ല. ഇന്ന് ആരാധിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അതിൽ സംതൃപ്തി നേടുക. ആ ഒരു പ്രൊജക്റ്റിന് ഇത്ര രൂപ കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതിൽ സംതൃപ്തി. പക്ഷെ അതിലല്ല എൻ്റെ സന്തോഷം. ഞാൻ ചെയ്തതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്. ആ ഒരു ഡിഫറൻസ് നമ്മളിത് ചെയ്യണ്ടെന്നോ അല്ല, ഇത് ചെയ്തതിൻ്റെ എല്ലാം കണക്ക് അവിടെ കൊടുക്കണം. ഇത് ചെയ്തത് കാണിക്കുന്നത് ഞാൻ വീണ്ടും ജനിച്ചുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്തതിലല്ല എൻ്റെ ഉല്ലാസവും സന്തോഷവും, ഇത് ചെയ്യാൻ സഹായിച്ച ദൈവത്തിലാണ് എൻ്റെ ഉല്ലാസവും സന്തോഷവും. ലൂക്കോസ് 10:20 യേശു കർത്താവ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷം. വലിയ സന്തോഷമാ. വലിയ ക്രൂസൈഡൊക്കെ കഴിഞ്ഞു, ഭൂതങ്ങളൊക്കെ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു, ഭയങ്കര സന്തോഷത്തോടെ വീഴുമ്പോൾ ഈ ടയറിലെ കാറ്റടിച്ചു വിടുന്ന പോലെ യേശു പറയുകയാണ്, എന്തുവാ? ഭൂതങ്ങൾ കീഴടങ്ങിയിലല്ല സന്തോഷിക്കുന്നത്. ഇവിടെ ഞാൻ സിമ്പിളായിട്ട് പറയും, ഇവിടെ പറയുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ദൈവം ചെയ്ത കാര്യം, ഒന്ന് ഞാൻ ചെയ്ത കാര്യം. ഭൂതങ്ങളെ കീഴടക്കുന്നത് തെറ്റാണോ? പാപമാണോ? നല്ലതല്ലയോ? അതിനല്ലയോ യേശു വിട്ടത്? യേശു അത് ചെയ്യാനാ വിട്ടത്. പക്ഷെ യേശു വന്നിട്ട് സൂപ്പർ ആയിരുന്നല്ല. യേശു പറയുകയാ, ഭൂതങ്ങൾ കീഴടങ്ങിയാലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ കൈയുടെ ദൈവമാണ് ചെയ്തത്, നമ്മളിൽ കൂടി ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ അറിയാതെ നമുക്ക് തോന്നത്തില്ല. ഞാൻ പറയുക, കർത്താവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, കർത്താവ് എന്നെ കൂടി സംസാരിക്കുന്നത്. എന്നാൽ പോലും ഒരു നിമിഷമെങ്കിലും എൻ്റെ ഉള്ളിൽ ചിന്ത വരത്തില്ലയോ, ആൽബി എന്നാലും പ്രസംഗിച്ചല്ലോ, കൊള്ളായിരുന്നു. ഞാൻ മനുഷ്യനാ. അതാണ് ആ ചിന്ത എവിടുന്ന വരുന്നത്? ബിക്കോസ് എൻ്റെ മൈൻഡ് ട്രെയിൻഡാ. ഞാൻ ചിന്തിക്കുന്നത് ഇത് വെച്ചാണ് ദൈവം എന്നെ കാണുന്നത്. അല്ല, യേശുവിനെ നോക്കുമ്പോഴാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രസംഗം നോക്കിയിട്ടല്ല ദൈവം മാർക്കിടുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ കയറണം. ബൈബിളിലെ കാതലായ സത്യമായത്. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ പ്രവൃത്തി ഇല്ലെന്നാണോ? പ്രവൃത്തി വേണം. പ്രവൃത്തിയാണ് എൻ്റെ രക്ഷയുടെ തെളിവ്. പക്ഷെ ആ തെളിവ് വെച്ചല്ല ദൈവം എന്നെ നോക്കുന്നത്. ക്രിസ്തു നിന്റെ നീതിയായി തീർന്നത് കൊണ്ടല്ലയോ നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞത്? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതോ? എനിക്ക് പോയി എഴുതാൻ പറ്റുമോ? വേണമെങ്കിൽ കുമ്പനാളോ പുനലൂരോ മുളക്കഴയിലോ പോയി എനിക്ക് പേര് ഡിനോമിനേഷൻ്റെ ബുക്കിൽ എഴുതി വെക്കാം. ജീവന്റെ പുസ്തകത്തിൽ എനിക്ക് പേരെഴുതാൻ കഴിയുമോ? എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു വശത്ത്, ഞാൻ ചെയ്ത കാര്യം ഒരു വശത്ത്.
യേശു പറയുകയാണ്, നീ ചെയ്ത കാര്യത്തിലല്ല സന്തോഷിക്കേണ്ടത്, നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്തു, അതിലാണ് സന്തോഷിക്കേണ്ടത്. ജീവന്റെ പുസ്തകത്തിൽ എനിക്ക് ഒരിക്കലും എൻ്റെ പേര് എഴുതാൻ കഴിയത്തില്ല. ഐ ക്യാൻ നെവർ ഡു ദാറ്റ്. ഞാൻ നരകത്തിന് വിറകാകാൻ പോയതാ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക അതെനിക്ക് പറ്റുന്ന കാര്യമല്ല. എനിക്ക് പറ്റാത്ത കാര്യം ദൈവം ചെയ്തു. എന്നാൽ എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവം ചെയ്തെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഉല്ലസിക്കുന്നത്. പക്ഷെ നമ്മൾ ഉല്ലസിക്കുന്ന എന്തില്ല? നമ്മൾ ചെയ്ത കാര്യത്തിൽ, നമുക്ക് കിട്ടിയ കാര്യത്തിലും ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കിട്ടിയണം അല്ലയോ? വീട്, വണ്ടി, വസ്തു, വിദ്യാഭ്യാസം, ഈ ദൈവത്തെ അറിഞ്ഞില്ലേ കിട്ടത്തില്ലയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് നമുക്കല്ലല്ലോ. നമ്മൾ ഉല്ലസിക്കുന്ന ഒരു ജോലി കിട്ടിയാൽ പിന്നെ നമ്മൾ എല്ലാവർക്കും എന്തോ ഒരു ബിരിയാണി, അല്ലെങ്കിൽ അത്ര ആരും കൊടുക്കത്തില്ല, ഒരു ലഡ്ഡു. ഓക്കെ, ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ജോലി പോയാൽ ലഡ്ഡു കൊടുക്കൂ. ജോലി പോയി, എൻ്റെ ജോലി പോയി, അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഞാൻ അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും ഞാൻ ഒരു ലഡ്ഡു കൊടുക്കുക. കാരണം എന്തോ, എൻ്റെ ജോലി പോയി. യേശു പറഞ്ഞത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടും കിട്ടുമ്പോഴല്ല തുള്ളിച്ചാടേണ്ടിയെ, ഉള്ളത് നഷ്ടമാകുമ്പോൾ ലീവ് ഫോർ ജോയ്, തുള്ളിച്ചാടണം. അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ആപ്ലിക്കേഷൻ, എനിക്കൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ ഞാൻ തുള്ളിച്ചാടുക, സന്തോഷം പ്രകടിപ്പിക്കുക. എങ്ങനെയാ എൻ്റെ സന്തോഷം സാധാരണമായി പ്രകടിപ്പിക്കുന്നത്? ഞാൻ സ്വീറ്റ്സ് കൊടുത്ത അല്ലയോ? എന്നാൽ എനിക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ ഞാൻ സാധാരണ എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത്? അല്പമെങ്കിലും അനുസരിക്കേണ്ട യേശു പറഞ്ഞത്. എങ്ങനെ അനുസരിക്കുന്നത്? ഞാൻ ഭാവന പറയുക, ആരും ചെയ്യണ്ട. ജോലി പോകുമ്പോൾ ഞാൻ എല്ലാവർക്കും എന്ത് കൊടുക്കും? പറ്റുമോ? ഇല്ല. കാരണം നാം സന്തോഷിക്കുന്നത് നമുക്ക് കിട്ടിയതിലും നമ്മൾ ചെയ്തതിലുമാണ്. അതാണ് പരീശൻ സന്തോഷിച്ച്. ഇവനെ പോലല്ല ഞാൻ, ഇങ്ങനെ നീതിമാൻ നീ തന്ന, ഓക്കെ, താങ്ക് യു, നീ തന്ന, ഇവനെ പോലല്ല ഞാൻ, അതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ അക്നോളജ് ചെയ്യുന്നു. നമ്മളെല്ലാവരും ദൈവത്തെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അതല്ല വിഷയം. നാം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉല്ലസിക്കുന്നത് നമ്മൾ ചെയ്ത എന്തിലോ, ദൈവം തന്ന എന്തിലോ അല്ല, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ദൈവം എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ ചെയ്തു, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, അതോർത്ത് ഞാൻ സന്തോഷിക്കും. പിന്നെ ജോലി പോയാലും വിഷയമില്ല, കൊച്ചു ഫെയിലായാലും വിഷയമില്ല, കടഭാരം കയറിയാലും വിഷയമില്ല. കാരണം എന്തുവാ? എൻ്റെ സന്തോഷം അതിലല്ല, അതിൽ ചുറ്റിപ്പറ്റിയല്ല ഇരിക്കുന്നത്. എൻ്റെ സന്തോഷം യേശു എന്നെ നീതിമാനാക്കി മാറ്റി, ദൈവപുത്രന്റെ മുൻപാകെ, മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാഗൽഭ്യം എനിക്ക് അവൻ തന്നു. അതിൽ കവിഞ്ഞ ജോയ് ഈ പരത്തിലോ ഈ ഉലകത്തിലോ ഇല്ല. യേശു എൻ്റെ നീതിയാ. ജീസസ് ഈസ് മൈ റൈച്ചസ്നെസ്. ആ നീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീക്കസ്റ്റ് പോയിന്റിലും എനിക്ക് ആ നീതിയെ കയറി പിടിക്കാം. എൻ്റെ ഏറ്റവും വലിയ നഷ്ടത്തിലും അവൻ എൻ്റെ നീതിയാണെന്നും അവനിൽ ഞാൻ സമ്പന്നനാണെന്നും സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്കാണെന്നും ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്തുവാ? കണ്ണിൽ കാണുന്നതും നാം ചെയ്യുന്നതും നമുക്ക് അനുഭവിക്കാവുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷവും ആശയും ആശ്രയവും. ഇതെല്ലാം വെള്ളത്തിൻ കുമില പോലെ മാഞ്ഞു മറഞ്ഞു പോകും. പക്ഷേ ക്രിസ്തുവിൽ അവനെന്നെ നീതിയാക്കി തീർത്തു. അവൻ്റെ മുൻപിൽ എനിക്ക് പ്രവേശനമുണ്ട്. ഏത് നിമിഷവും ഞാൻ കൃപാസന്നിധിയിലാണ് നിൽക്കുന്നത്. നാളെ ഞാൻ ദൈവപുത്രന്റെ മുൻപാകെ, മനുഷ്യപുത്രൻ മുൻപാകെ ആ നീതി നിമിത്തം നിൽക്കുമെന്നും ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവസിംഹാസനത്തിന് മുൻപാകെ ഒരു നിഗളിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവസിംഹാസനത്തിന് മുൻപാകെ, മനുഷ്യപുത്രൻ്റെ മുൻപാകെ സ്വയനീതിയിൽ പ്രശംസിക്കുന്ന, താൻ നേടിയെടുത്ത കാര്യങ്ങളിൽ പ്രശംസിക്കുന്ന, തൻ്റെ കൈയുടെ പ്രവൃത്തിയിൽ ആനന്ദിക്കുന്ന വ്യക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. കൃപയിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിൻ്റെ നീതി ഞാൻ തള്ളിക്കളഞ്ഞ് ഈ എൻ്റെ നീതിയിൽ കയറി ഞാൻ പിടിക്കുകയാണ്. നമ്മളെ തന്നെ ധ്യാനിക്കാം, നമ്മുടെ ഉള്ള അവസ്ഥ ചിന്തിക്കാം. നമ്മൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അതോ യഥാർത്ഥമായി നാം ദൈവത്തെയാണോ വർഷിപ്പ് ചെയ്യുന്നത്? മരുഭൂമിയിൽ പറ്റിയത് എന്തുവാ? മരുഭൂമിയിൽ പറ്റിയത് അവരുടെ കൈയുടെ പ്രവൃത്തി ആരാധിച്ചു. സ്തേഫാനോസ് പറയാ, നിങ്ങൾ മെച്ചമൊന്നുമല്ല, നിങ്ങളുടെ അപ്പന്മാരെ പോലെ തന്നെയാണ്,
നിങ്ങളുടെ അപ്പച്ചൻ്റെ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങളുടെ അപ്പച്ചൻ കൈയുടെ പ്രവൃത്തിയെ ആരാധിച്ചു, നിങ്ങളും എന്ത് ചെയ്തു? കൈകളുടെ പ്രവൃത്തി, നിങ്ങളുണ്ടാക്കിയ ആലയം, നിങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ പാരമ്പര്യത്തിൽ അതിൽ നിങ്ങൾ ഉല്ലസിച്ചു. പ്രശ്നം എന്തുവാ? മതപണ്ഡിതന്മാരായ, ജ്ഞാനികളായ പരീശന്മാർ, ശാസ്ത്രിമാർ, ബൈബിൾ സ്കോളേഴ്സ് 3.5 വർഷം കണ്ണിന് അന്ധത പിടിച്ച് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കണ്ട് അവർക്കൊന്നും പിടികിട്ടിയില്ല. കാരണം എന്തുവാ? അവർ പാവം ചെയ്തിട്ടാണ്. അവർ വേശ്യാവൃത്തിക്ക് പോയില്ല, അവർ ചുങ്കം പിരിക്കാൻ പോയില്ല, അവർ വലിയ വലിയ പാപങ്ങളൊന്നും. പക്ഷെ അവർക്ക് യേശുവിനെ പിടികിട്ടിയില്ല. കാരണം എന്തുവാ? വൈ കുഡ് ദേ നോട്ട് റിക്കഗ്നൈസ് ജീസസ്? കാരണം അവർ ആരാധിച്ചത് ദൈവത്തെ അല്ല. കാരണം പരീശൻ ദൈവത്തെ ആരാധിച്ചിട്ട് ആ ദൈവം ഇറങ്ങി വന്നാൽ ഞാൻ ആരാധിക്കുന്ന ദൈവമാണെന്ന് അറ്റ്ലീസ്റ്റ് ആരാന്ന് എനിക്കറിയത്തില്ലയോ? ദൈവം മനുഷ്യനായി തീർന്നു, തൃത്വത്തിൽ രണ്ടാമനായ യേശു വന്നപ്പോൾ അതെങ്കിലും തിരിച്ചറിയത്തില്ലയോ? വൈ കുഡന്റ് ദേ റിക്കഗ്നൈസ്? കാരണം അവർ ആരാധിച്ചത് ദൈവത്തെ അല്ല, അവരാരാധിച്ചത് അവരുടെ കൈയുടെ പ്രവൃത്തികളെയാണ്. അവരുടെ നീതിയിലാണ് അവർ നിന്നത്. ആ സ്വയനീതിക്കെതിരെയാണ് യേശു ഏറ്റവും രൂക്ഷമായി സംസാരിച്ചത്. യേശു പാപിയോടൊന്നും പറഞ്ഞില്ല, ചുങ്കക്കാരോടും വേശ്യയോടും അങ്ങനെ സംസാരിച്ചില്ല. പക്ഷെ പരീശനോട് ഇത്ര രൂക്ഷമായിട്ട് എന്തിനാ സംസാരിച്ചത്? കാരണം അവൻ്റെ നീതിയിൽ, അവൻ്റെ കൈയുടെ പ്രവൃത്തിയിലാണ് അവൻ ഉല്ലസിക്കുന്നത്. ദൈവത്തെ കാണാൻ കഴിയത്തില്ല, അവൻ്റെ പ്രവൃത്തിയാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അവൻ്റെ നീതിയാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ദൂതെന്തുവാ? 2ാം വരവിൽ യേശുവിനെ കാണുന്ന വ്യക്തികൾ ആരാ? അവരുടെ നീതിയിൽ ആശ്രയിക്കാതെ യേശുവിൻ്റെ നീതിയിൽ മുറുകെ പിടിക്കുന്നവർ മാത്രമേ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നാമും കൈവിടപ്പെട്ടു പോകും. ഇവിടുത്തെ ന്യൂ ലൈഫിലെ ഏറ്റവും മാന്യനായ വിശ്വാസിയായിരിക്കും, ഞാൻ നല്ലൊരു പ്രസംഗിയായിരിക്കും, പക്ഷെ അതുകൊണ്ട് അവിടെ ചെല്ലത്തില്ല. അവിടെ ഞാൻ നിൽക്കുന്ന ഒറ്റ ബേസിസ്, only on one ground, only on one foundation. Jesus is my righteousness. യേശു എൻ്റെ നീതിയാ, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും. പക്ഷെ എൻ്റെ സ്വയനീതിയുടെ കാർമേഘം എൻ്റെ കണ്ണുകളെ മൂടിയാൽ ഞാൻ നീതിമാനാന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇവിടെ ജീവിച്ച് മറ്റുള്ളവരെ കെട്ടിത്താഴ്ത്തി, മറ്റുള്ളവരെ പുച്ഛമായി നോക്കി ഞാൻ ഇപ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ച് സ്വയവഞ്ചനയിൽ ഞാൻ കൈവിടപ്പെട്ടു പോകും. അതേസമയം ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലും ഏറ്റവും വലിയ നഷ്ടത്തിലും ഈ ആത്മീക സത്യങ്ങളെ കയറിപ്പിടിച്ചാൽ, ഈ യേശുവിനെ കയറിപ്പിടിച്ചാൽ എനിക്ക് മനുഷ്യപുത്രന്റെ മുൻപാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ശോധന ചെയ്യാം.